എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ്. നമുക്കിന്ന് സദ്യയ്ക്ക് ഒരുമിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന 3 കറികൾ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ പൈനാപ്പിൾ പച്ചടിയും ബീട്രൂട്ട് പച്ചടിയും പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. ഇതിൽ 2 എണ്ണം തയ്യാറാക്കിയാൽ മതി എന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം. പെട്ടെന്ന് ഒരുമിച്ച് തയ്യാറാക്കുന്നതെന്ന് മാത്രമല്ല, വളരെ ടേസ്റ്റിയുമായിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ബീട്രൂട്ടും പൈനാപ്പിളും എടുത്തിട്ടുണ്ട്. പഴുത്ത മധുരമുള്ള പൈനാപ്പിൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബീട്രൂട്ടിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട്. പൈനാപ്പിൾ അതിൻ്റെ തൊലിയും ആ കണ്ണ് പോലത്തെ സംഭവമൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ നടുഭാഗവും കൂടി കളഞ്ഞ് നമുക്കൊന്ന് ക്യൂബ്സ് ആയിട്ട് എടുക്കാം. അതുപോലെ നമ്മൾ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 1 കപ്പളവിനാണ് നമ്മൾ ബീട്രൂട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഈ പൈനാപ്പിൾ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. അതിനെക്കാട്ടി എളുപ്പം ഇതുപോലെ ഒരു ബ്ലെൻഡറിലിട്ടൊന്ന് അരച്ചെടുക്കുന്നതായിരിക്കും. മിക്സിയിലിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ ചതച്ചല്ലെങ്കിൽ അരച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ പൈനാപ്പിളും നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒരു കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാവുമ്പം ഇതേ കപ്പളവിന് തന്നെ എനിക്ക് തേങ്ങയും തൈരിൻ്റെയൊക്കെ അളവ് പറഞ്ഞു തരാൻ പറ്റും. ആദ്യം നമ്മൾ പൈനാപ്പിൾ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. കാരണം പൈനാപ്പിൾ വെന്ത് സോഫ്റ്റ് ആവാനായിട്ട് കുറേ നേരം എടുക്കും. അപ്പോൾ ഒരു ചട്ടിയിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എരിയുള്ള 3 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നിന്ന് കുക്ക് ചെയ്തെടുക്കണം. കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട്. കാരണം കുറച്ച് നേരം ഇരിക്കുമ്പോൾ വെള്ളം വറ്റി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൈനാപ്പിളിലേക്ക് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നിന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ജസ്റ്റ് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ച് അടച്ച് വെച്ച് പൈനാപ്പിൾ നല്ല സോഫ്റ്റ് ആവുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ പൈനാപ്പിൾ ഇവിടെ ഇരുന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ബീട്രൂട്ട് പച്ചടിക്കുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കാം. ബീട്രൂട്ട് പച്ചടി പുഴുങ്ങി ഉണ്ടാക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ അതിനേക്കാട്ടിലും ടേസ്റ്റാണ് വഴറ്റി ഉണ്ടാക്കുമ്പോൾ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയ ഹോളിൽ വെച്ച് വേണം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതോടൊപ്പം തന്നെ നമുക്ക് 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു ബീട്രൂട്ടിൻ്റെ കുത്തലൊക്കെ മാറിയിട്ട് ഒരു മധുരമായി വരും. ആ ഒരു പരുവം വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു കുത്തലൊക്കെ മാറി നല്ലൊരു മധുരമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കൂട്ടത്തിൽ വെള്ളരിക്ക പച്ചടി കൂടി തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വഴറ്റുന്ന സ്റ്റെപ്പ് ഒഴിവാക്കി ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കഴിഞ്ഞ വർഷം വെള്ളരിക്ക പച്ചടി ഉൾപ്പെടെ 3 വ്യത്യസ്ത രുചികളിലുള്ള പച്ചടി തയ്യാറാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പഴം പച്ചടിയൊക്കെ. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് പച്ചടിയിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നല്ല സോഫ്റ്റായി കിട്ടാനായിട്ട് ഇതൊന്നും തിളച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം. ഓരോ കപ്പിനും 1/4 കപ്പ് അളവിന് മാത്രമാണ് നമ്മൾ തേങ്ങ എടുത്തിരിക്കുന്നത്. ഇതേ കപ്പിൽ തന്നെ 1 കപ്പ് അളവിനാണ് നമ്മൾ ബീട്രൂട്ടും പൈനാപ്പിളും എടുത്തിരിക്കുന്നത്. അപ്പോൾ ബീട്രൂട്ടിനും പൈനാപ്പിളിനും വേണ്ടിയിട്ട് നമ്മൾ 1/4 കപ്പ് വീതം 2 പ്രാവശ്യം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം 1.5 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ പുളിശ്ശേരിക്കൊക്കെ അരയ്ക്കുന്ന പോലെ തരിയൊന്നുമില്ല നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ എടുത്ത ബീട്രൂട്ടിൻ്റെ പൈനാപ്പിളിൻ്റെയും കപ്പിന് 1/2 കപ്പ് അളവിനുമായിരിക്കും നമുക്ക് അരച്ച് കഴിയുമ്പോൾ നമ്മുടെ അരപ്പ് കിട്ടുക. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ചേർക്കാനുള്ള കടുകും കൂടി ചതച്ചെടുക്കണം. 1 ടീസ്പൂൺ കടുകാണ് നമ്മൾ ചതച്ചെടുക്കുന്നത്. ഇടികല്ല് വെച്ചിട്ട് ചതച്ചെടുത്താലും മതി. തേങ്ങയുടെ കൂട്ടത്തിൽ തന്നെ അരയ്ക്കുമ്പോൾ എനിക്ക് കൈപ്പരസം വരുന്നതാണൊക്കെ തോന്നും. അതുകൊണ്ടിട്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇത് ചതച്ചെടുക്കുന്നത്. ഇനി നമുക്ക് പുളിശ്ശേരിക്കുള്ള കാര്യങ്ങൾ ഇതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സി കഴുകേണ്ടതൊന്നും ആവശ്യമില്ല. 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 5-6 കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. വലിയ കൊച്ചുള്ളിയാണെന്നുണ്ടെങ്കിൽ 3-4 എടുത്താലും മതിയാകും. 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകത്തിൻ്റെ പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 വെളുത്തുള്ളിയുടെ പകുതി മാത്രം ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. തരികളൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് വേണം നമ്മൾ പുളിശ്ശേരിക്ക് അരച്ചെടുക്കാനായിട്ട്. ഇത് നമുക്ക് പുളിശ്ശേരി വെക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം. എരിയുള്ള 3 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് സ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ പുളിശ്ശേരി വെക്കുന്നില്ല എന്ന് വെച്ചാൽ പുളിശ്ശേരിയുടെ അരയ്ക്കുന്ന ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് അളവ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പകരം പച്ചടി മാത്രം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതേ മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് തൈരും അടിച്ചെടുക്കാം. പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള തൈര് നമുക്ക് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. ബീട്രൂട്ടിന് വേണ്ടിയിട്ട് നമുക്ക് അതേ കപ്പ് അളവിൽ 1 കപ്പ് അളവിനാണ് നമ്മൾ തൈര് എടുത്തിരിക്കുന്നത്. 1 കപ്പ് അളവ് ബീട്രൂട്ടിന് 1 കപ്പ് അളവിൽ തന്നെ നമ്മൾ തൈര് എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ പച്ചടിക്ക് പക്ഷേ നമുക്ക് ഇത്രയും തൈരിൻ്റെ ആവശ്യമില്ല. കാരണം പൈനാപ്പിളിന് ഓൾറെഡി പുളിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ മാത്രം തൈര് മതിയാകും.
അപ്പോൾ 1 കപ്പ് തൈര് ബീട്രൂട്ടിന് വേണ്ടിയിട്ടും 2 ടേബിൾ സ്പൂൺ തൈര് പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മൾ തൈരും ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് ഒഴിച്ച് കാണിച്ചു തരാം. നമ്മുടെ കപ്പളവിന് 1 കപ്പ് അളവിന് നമ്മൾ ബീട്രൂട്ടിന് വേണ്ടിയിട്ടും 2 ടേബിൾ സ്പൂൺ അളവിന് നമ്മൾ പൈനാപ്പിളിന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ബീട്രൂട്ടൊക്കെ ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് തേങ്ങയും ജീരകവും ഉപ്പ് മാത്രമാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നല്ല പച്ചമണമൊക്കെ മാറി വരണം തേങ്ങയുടെ. അതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തേങ്ങ ചേർക്കുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് കടുക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പകുതി വേണം രണ്ടിലും ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ബീട്രൂട്ടിന് മധുരം കുറവാണ് എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഇതിന് കുറച്ച് മധുരം കുറവായിരുന്നു. അപ്പോൾ ഓരോ ബീട്രൂട്ടൊക്കെ അനുസരിച്ച് അതിൻ്റെ മധുരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ചട്ടിയിലാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. കാരണം ചട്ടിയുടെ ചൂടിന് പിന്നെയും ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ നോൺ സ്റ്റിക്കിലൊക്കെയാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ച് തൈര് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് തൈര് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. തൈരിൻ്റെ പുളി അനുസരിച്ച് കുറച്ച് കൂടുതലോ കുറച്ചോ ഒക്കെ നമുക്ക് തൈര് ചേർത്ത് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പൈനാപ്പിൾ പച്ചടിക്കും ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എൻ്റെ പൈനാപ്പിളിന് തീരെ മധുരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പൈനാപ്പിൾ നല്ലപോലെ വെന്ത് സോഫ്റ്റായെന്ന് ഉറപ്പാക്കിയതിന് ശേഷം വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. പൈനാപ്പിൾ വെന്ത് വരാനായിട്ട് കുറച്ച് നേരം എടുക്കും. ചിലരൊക്കെ ഇത് കുക്കറിൽ വേവിച്ചെടുക്കാറുണ്ട്. നമ്മുടെ പൈനാപ്പിൾ നല്ല വെന്ത് സോഫ്റ്റ് ആയതിനു ശേഷം പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് വെള്ളം തീരെ ഇല്ലാന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് ലൂസായിട്ടാണ് പച്ചടി ഇഷ്ടം എന്ന് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങയോടൊപ്പം തന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പൊടിച്ചു വെച്ചിരിക്കുന്ന മസ്റ്റേർഡ് കടുകും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ പെട്ടെന്നൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുകയാണ്. തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ നിറഞ്ഞ ടേബിൾ സ്പൂൺ തൈരാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. തൈരിൻ്റെ പുളി അനുസരിച്ച് അളവ് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാവുന്നതാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉടച്ച തൈര് ചേർത്ത് കൊടുക്കുക. നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് മാറ്റി വെച്ച നമ്മുടെ പുളിശ്ശേരിക്കുള്ള തേങ്ങ അടുപ്പത്തോട്ടൊന്ന് വെച്ചിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ തീയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ സമയത്ത് തന്നെ നമ്മൾ 1/2 ലിറ്റർ തൈരാണ് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തേങ്ങയ്ക്ക് വേണ്ടിയിട്ട് പുളിശ്ശേരിക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് അടിച്ചെടുത്ത തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്തോട്ട് വെച്ചാലും മതിയാകും. ഇളക്കി വേണം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇളക്കി വേണം നമ്മളിത് ചൂടാക്കി എടുക്കാനായിട്ട്. ഈ സമയത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക, ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് ലൂസാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് തോന്നാറില്ല. അതുകൊണ്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം മാത്രമാണ് മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് തിളയ്ക്കാനായിട്ട് പാടില്ല. പുളിശ്ശേരി തിളയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തീരെ ടേസ്റ്റ് വരില്ല. നമ്മുടെ തവിയിൽ നിന്ന് ആവി വരുന്ന പരുവത്തിന് വേണം നമ്മളിത് ചൂടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ തവിയിൽ നിന്ന് ആവിയൊക്കെ വരുന്ന പരുവമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാട പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് കടുക് താളിച്ച് കൊടുക്കാം. സദ്യയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ കടുക് വറുക്കുന്നതിൽ കൊച്ചുള്ളി ചേർക്കാറില്ല. പക്ഷേ ഞാനിപ്പം പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് മാത്രം കൊച്ചുള്ളി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സ് 5 പേരിൽ എല്ലാവരും ഇതുവരെ അഡ്രസ്സ് അയച്ചു തന്നിട്ടില്ല. അപ്പോൾ ഇതുവരെ അയച്ചു തരാത്തവർ തീർച്ചയായിട്ടും അയച്ചു തരിക. ഗിവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും താഴെയും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 3ലേക്കും ചേർത്ത് കൊടുക്കാം. പുളിശ്ശേരിയിൽ കൊച്ചുള്ളി മൂപ്പിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് കൊച്ചുള്ളിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള കടുക് വറുക്കുന്നതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു കറി മാത്രം തയ്യാറാക്കിയാൽ മതിയെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അളവ് നമ്മൾ കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ റെസിപ്പി വീഡിയോ അല്ലെ വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി വിഷു. ബൈ ബൈ.